തികച്ചും യാദൃച്ഛികമായി ഞാൻ കാണാൻ ഇടവന്ന ഒരു സിനിമയാണ് തുടക്കം എന്ന പേരിലുള്ള സിനിമ. പ്രശസ്തനായ ജൂഡ് ആൻ്റണി ജോസഫാണ് ഇതിൻ്റെ സംവിധായകൻ. ഇതിനു മുമ്പും അദ്ദേഹം മറ്റു ചില സിനിമകൾ സംവിധാനം ചെയ്ത് മലയാളികൾക്ക് പ്രിയപ്പെട്ടവനാണ്. ഈ സിനിമയ്ക്കുള്ള ഒരു പ്രത്യേകത, ഈ ഗ്രൂപ്പ് പുതുതായിട്ട് മലയാള സിനിമയിൽ ഒരു നായിക കഥാപാത്രത്തിനെ അവതരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നായിക മറ്റാരുമല്ല, മലയാളികളുടെ ഏറെക്കാലമായി പ്രിയങ്കരനായ പത്മശ്രീ മോഹൻലാലിൻ്റെ സീമന്തപുത്രിയാണ്. ഈ നായിക പുതുതായിട്ട് തുടക്കം കുറിക്കുമ്പോൾ ഒരു പുതുമുഖ നായികയാണ് നമ്മളുടെ മുന്നിൽ കഥാപാത്രമായി അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത് എന്നൊരു തോന്നൽ പ്രേക്ഷകരിൽ ഉണ്ടാക്കുന്നില്ല എന്നതാണ് എന്നെ സംബന്ധിച്ച് വിസ്മയമായി തോന്നിയ ഒരു കാര്യം. ഇതിൻ്റെ കണ്ടൻറ്റ് ആനുകാലികങ്ങളിലായി പലരും പരീക്ഷിച്ച ലഹരിക്കെതിരെ എന്ന ഉള്ളടക്കവുമായിട്ടാണ് ഈ സിനിമ ഇറങ്ങിയിട്ടുള്ളത്. മറ്റു പല സിനിമകളും ഇതുപോലെ ഇറങ്ങിയിട്ടുണ്ട്. ഒക്കെ അടിപിടി സംഘർഷാത്മകമായ പല വിഷയങ്ങളും, അതിൻ്റെ അവതരണ രീതിയാണെങ്കിൽ അതിനേക്കാൾ ഏറെ ആളുകളെ വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള ചലച്ചിത്രങ്ങളായിരുന്നു സമീപകാലത്തൊക്കെ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. എന്ന് പറയുന്ന സിനിമ കഴിഞ്ഞ് വരുമ്പോൾ പ്രേക്ഷകൻ്റെ മനസ്സിൽ യാതൊരുവിധ ആശയങ്ങളും തങ്ങി നിൽക്കാതെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെട്ടാൽ മതി എന്നൊരു തോന്നൽ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ക്രിയേഷൻസ് ആയിരുന്നു അതിൽ മിക്കവാറും. പക്ഷെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഈ സിനിമ മനുഷ്യനെ അവിടെ പിടിച്ചിരുത്തുകയും എന്തിനു വേണ്ടി എന്തോ ഒരു കാര്യം, എന്തോ ഒരു പ്രതീക്ഷയോടുകൂടി പ്രേക്ഷകന് ഈ സിനിമയെ ഫോളോ ചെയ്യാൻ കഴിയുന്നത്ര രീതിയിലുള്ള വിചാരങ്ങൾ ഉണ്ടാക്കാൻ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച തിരക്കഥാകൃത്തുക്കളായാലും ക്യാമറാമാനായാലും സംഗീതം നൽകിയവരായാലും ഒക്കെ ഏറെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരു പെൺകുട്ടി, നമ്മുടെയൊക്കെ മക്കളുടെ പ്രായമുള്ള അല്ലെങ്കിൽ ഇന്നത്തെ കലാലയത്തിലോ ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിക്ക് ഈ സമൂഹത്തിലെ ആളുകളിൽ നിന്ന് നേരിടേണ്ടി വരുന്ന തികച്ചും അപ്രതീക്ഷിതമായ ഒരു ട്രാജഡിയാണ് ഇതിൽ ആദ്യ പകുതിയിൽ നമ്മളെ പരിചയപ്പെടുത്തുന്നത്. പെൺകുട്ടി വിസ്മയ മോഹൻലാൽ എന്ന് പറയുന്നത് മോഹൻലാലിൻ്റെ മകളായതുകൊണ്ടുകൂടി ആളുകളൊക്കെ ഈ കുട്ടിയുടേതായിട്ടുള്ള ചലനങ്ങളും കഥാപാത്രത്തിലേക്ക് എത്രമാത്രം ഈ കുട്ടി അഭിനയിച്ച് ചേർന്ന് നിൽക്കുന്നുണ്ട് എന്നുള്ള ഒരു നിരീക്ഷണവും നടത്തിയിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ കുട്ടി തികച്ചും യാദൃശ്ചികമായിട്ട് ഒരു ടെസ്റ്റ്, എറണാകുളത്ത് ഒരു പരീക്ഷയിൽ പങ്കെടുത്ത് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ യാദൃശ്ചികമായിട്ട് റോട്ടിൽ ബസ്സിൽ സംഭവിക്കുന്ന ഒരു ബ്രേക്ക് ഡൗണുമായി ബന്ധപ്പെട്ട് കൂട്ടുകാരികളോടൊപ്പം അവരുടേതായിട്ടുള്ള ഒരു സുരക്ഷിതമായ പോയിന്റിൽ അവരെ എത്തിക്കാൻ വേണ്ടി അവരോടൊപ്പം യാത്ര തുടങ്ങുന്നു. അതിനോടൊപ്പം ലഹരിക്ക് അടിമപ്പെട്ടിരുന്ന ഒരു യുവാവ് ഈ കുട്ടിയെ മറ്റു ചില ദുരുദ്ദേശത്തോടു കൂടി ഫോളോ ചെയ്യുകയും അയാളിൽ നിന്ന് ഉണ്ടാകുന്ന തുടർന്ന് നിരന്തരം അയാളിൽ നിന്നുണ്ടാകുന്ന പ്രതികരണങ്ങളുമാണ് പ്രധാനമായിട്ടും ഇതിലെ വിഷയം എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ മറ്റ് നായികമാരെ പോലെയോ കുട്ടികളെ പോലെയോ അല്ല പുതിയ തലമുറയിലെ പെൺകുട്ടികളുടെ ഒരു മനോവീര്യത്തിൻ്റെ പ്രത്യക്ഷ ഉദാഹരണം എന്ന രീതിയിൽ ആണ് ഈ വിസ്മയ അഭിനയിക്കുന്ന മീനു എന്നുള്ള കഥാപാത്രം ഈ ദുർഘട പ്രതിസന്ധിയെ തരണം ചെയ്യുന്നത്. മാർഷൽ ആർട്സ് പഠിച്ചിട്ടുള്ള അതിൽ വിദഗ്ധയായ ഈ കഥാപാത്രം ആ രീതി ഉപയോഗിച്ച് ഈ ശത്രുവിനെ നേരിടുകയും അയാളെ തുടർന്ന് പരാജയപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു കഥാസാരമാണ് ഇതിലൂടെ നമ്മൾ കാണുന്നത്. വിസ്മയയുടെ ചില സംഭാഷണങ്ങളും ഒക്കെ വളരെ ഭേദകമായി എനിക്ക് തോന്നി. കാരണം നേരം വൈകി സമയം കഴിഞ്ഞ് വീട്ടിലെത്തുന്ന മകളോട് അച്ഛൻ നീ ഇതുവരെ എവിടെയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ നിസ്സഹായാവസ്ഥയോടു കൂടി പറയുന്ന ഒരു മറുപടിയുണ്ട്. ആ മറുപടി കേവലം ഈ സിനിമയിലെ കഥാപാത്രം മാത്രം പറയുന്നതല്ല,
ഇന്നത്തെ നമ്മുടെ കേരളത്തിൽ ഏത് കുട്ടിക്കും ഏത് യുവതിക്കും അവരെ മനസ്സിൽ എപ്പോഴും സ്പന്ദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ് അത്. കാരണം നമ്മൾ സാംസ്കാരികമായി വളരെ വലുതായി എന്നൊക്കെ വീമ്പിളക്കുന്നുണ്ട് എങ്കിലും ഇവിടെ ഒരു മാറ്റങ്ങളും ഇവിടെ സംഭവിച്ചിട്ടില്ല. പാരമ്പര്യമായിട്ട് പിന്നെ പരിണാമത്തിൻ്റെ ഭാഗമായിട്ട് ഉള്ള പ്രകൃതിയിൽ ചില വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്നല്ലാതെ മനുഷ്യൻ്റെ സ്വഭാവത്തിൽ അവൻ്റെ ഈ മൃഗീയ സമീപനം എന്ന് പറയുന്നത് ശരിയില്ല. കാരണം മൃഗങ്ങൾ പോലും ഇത് അംഗീകരിക്കില്ല. അവർ പോലും കുറേയൊക്കെ പിന്നെ മാനസികമായിട്ട് ധാർമ്മികമായ രീതിയിലാണ് അവരുടേതൊക്കെ പെരുമാറ്റങ്ങൾ എന്ന് പോലും മനസ്സിലാക്കത്തക്ക ചില സാഹചര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കണ്ടുവരുന്നുണ്ട്. ഇവിടെ മനുഷ്യന് ഒറ്റയ്ക്ക് കിട്ടിയാൽ ഏകാന്തതയിൽ യാത്ര ചെയ്യുന്ന ഒരു സ്ത്രീയെ അത് എവിടെയായാലും, ഓഫീസിലായാലും സ്കൂളുകളിലായാലും മറ്റ് പൊതുസ്ഥലങ്ങളിലായാലും പാടശേഖരങ്ങളിലായാലും അവൻ കാമാതുരമായ അവൻ്റെ സമീപനം അത് ഇന്നും നിത്യജീവിതത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഈ ലഹരി മാഫിയക്കെതിരെ ഒരു വിരൽ ചൂണ്ടലാണ് ഈ സിനിമ നമുക്ക് പരിചയപ്പെടുത്തുന്നത്. ആ പ്രതികരിക്കുന്ന കഥാപാത്രമായി അഭിനയിച്ച വിസ്മയ തീർച്ചയായിട്ടും മലയാള സിനിമയ്ക്ക് ഭാവി വാഗ്ദാനമായി നിലകൊള്ളുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. അതിൽ ഒരു പ്രത്യേക കാര്യം, ഈ നായികാ സങ്കല്പങ്ങൾ ഇതുവരെ ഉണ്ടായിരുന്ന രീതിയിലുള്ള സോക്കോൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ അരക്കിട്ടുറപ്പിച്ചിട്ടുണ്ട്. ഒരു നായിക എന്ന് പറഞ്ഞാൽ നാണിച്ച് നിന്ന് പാവം, മറ്റേത് മറിച്ച് പ്രതികരിക്കാതെ സഹിച്ച് പഴയ ശാരദയെ പോലെയൊക്കെ സഹിച്ച് നടക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ആ സംസ്കാരം മാറിക്കഴിഞ്ഞു. പുതിയ തലമുറ വിഭിന്നമാണ്. സ്ത്രീകൾക്ക് അവർക്ക് മുമ്പിൽ വരുന്ന ആക്രമണ സ്വഭാവങ്ങളെ പ്രതികരിക്കാനുള്ള ശേഷി ഉണ്ട്, അല്ലെങ്കിൽ ഇല്ലാത്തവർക്ക് ഇനി ഉണ്ടാക്കിയെടുക്കണം എന്നുള്ള ബോധം കൂടി ഈ സിനിമ പ്രേക്ഷകർക്ക് കൈമാറുന്നുണ്ട്. മീനു എന്ന് പറയുന്ന കഥാപാത്രത്തിനെ അവതരിപ്പിച്ച വിസ്മയ മോഹൻലാൽ ആ കഥാപാത്രത്തിനോട് 100% നീതി പുലർത്തിയിട്ടുണ്ട്. ഇതുപോലെ കഥാപാത്രങ്ങളോട് 100% നീതി പുലർത്തിയിരുന്ന നടീനടന്മാരാണ് എല്ലാ കലാലോകത്തും അതിജീവിച്ചു പോന്നിട്ടുള്ളത്. മറ്റൊരു പ്രത്യേകത, ഈ സിനിമയിൽ നടി മാത്രമല്ല, ആൺ കഥാപാത്രമായി ഒരു പുതുമുഖ നായകനെ അല്ലെങ്കിൽ ഒരു പുതുമുഖ വില്ലനെ അവതരിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം ആശിഷ് ജോ ആൻ്റണി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനാണ്. ഇതിൻ്റെ നിർമ്മാതാവായ ആൻ്റണി പെരുമ്പാവൂരിൻ്റെ മകൻ കൂടിയായ ഈ വില്ലൻ സകല ആളുകളെയും ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു അഭിനയമാണ് അതിൽ കാഴ്ചവെച്ചത്. പണ്ട് ഷോലെ സിനിമയിലൊക്കെ അംജദ് ഖാൻ എന്ന് പറഞ്ഞ കഥാപാത്രം എത്രമാത്രം ഭീതിതമായ ഒരു റോളാണ് അതിൽ അഭിനയിച്ച് എന്നതുപോലെ ഒരക്ഷരം പോലും സംസാരിക്കാതെ തൻ്റെ മുഖത്തെ ഭാവപ്രകടനങ്ങളെ കൊണ്ട് ആ രൂക്ഷമായ കണ്ണിൻ്റെ ഒരു പ്രത്യേകത കൊണ്ട് കൂടിയായിരിക്കണം എല്ലാവരിലും കൗതുകം ജനിപ്പിക്കാൻ ഈ നടന് കഴിഞ്ഞിട്ടുണ്ട്. സായികുമാർ, TG രവി, നിർമ്മാതാവും നടനും കൂടിയായ പ്രേം പ്രകാശ്, പിന്നെ മനോജ് K ജയൻ, ഗണേഷ് കുമാർ മുതലായ മലയാളികൾക്ക് പരിചിതരായിട്ടുള്ള നടീനടന്മാരും ഇതിൽ പ്രധാനപ്പെട്ട റോളുകൾ അഭിനയിക്കുന്നുണ്ട്. അവരുടെ സാന്നിധ്യങ്ങളും അഭിനയ മികവും കഥയെയും പുതുമുഖ നായികയെയും നായകനെയും വളരെ കറക്റ്റായിട്ടുള്ള പൊസിഷനിൽ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ നമുക്ക് അനുഭവപ്പെട്ടു. അതിൻ്റെ പ്രധാന കാരണങ്ങൾ അവരുടെ സാന്നിധ്യം മാത്രമല്ല, എഡിറ്റിംഗ് നടത്തിയിട്ടുള്ള ആളുടെ കൃത്യമായിട്ട് കട്ട് ചെയ്യേണ്ട പോയിന്റുകൾ കട്ട് ചെയ്തതും കൂടിയാണ് എന്ന് പറയാതെ വയ്യ. ലിനീഷ് നെല്ലിക്കലും അഖിൽ കൃഷ്ണയും സംവിധായകനായ ജൂഡ് ആൻ്റണി ജോസഫും ആണ് തിരക്കഥാകൃത്തുക്കൾ. ജാക്സ് ബിജോയുടെ സംഗീതവും ചമൻ ചാക്കോയുടെ എഡിറ്റിങ്ങും സിനിമയെ വിജയിപ്പിച്ചതിൽ സാധാരണയിൽ കവിഞ്ഞ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ ഛായാഗ്രഹണം നിർവഹിച്ചിട്ടുള്ളത് ജോമോൻ T ജോണും അഖിൽ ജോർജുമാണ്. മനോഹരമായ ഈ ഫോട്ടോഗ്രാഫി പ്രത്യേകം ആകർഷണീയമായിരുന്നു.
പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത, ജനങ്ങൾക്ക് പ്രിയപ്പെട്ട നമ്മുടെ ഇന്ത്യയുടെ തന്നെ ഏത് ലോകത്തിൻ്റെ മുന്നിലും അഭിമാനത്തോടുകൂടി ഒരു നടൻ എന്ന രീതിയിൽ അവതരിപ്പിക്കാവുന്ന സാക്ഷാൽ മോഹൻലാൽ ഈ സിനിമയിൽ 2 രംഗത്ത് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അദ്ദേഹം ഇതിലെ നായികയായ അദ്ദേഹത്തിൻ്റെ മകൾ മീനു എന്ന കഥാപാത്രമായി മാറിയ ഈ കുട്ടിയുടെ അധ്യാപകനായിരുന്നു എന്ന രീതിയിലാണ് ഈ സിനിമയിൽ വരുന്നത്. ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ മോഹൻലാലിൻ്റെ സാന്നിധ്യം ഉണ്ടാവുകയും അദ്ദേഹത്തിൻ്റെ ഈ വിദഗ്ധമായ മാർഷൽ ആർട്സ് ഉപയോഗിച്ചുകൊണ്ട് ശത്രുവിനെ പരാജയപ്പെടുത്തുകയും അങ്ങനെ ആ രംഗത്തിൽ നിന്ന് ഈ മകൾ ഉൾപ്പെടെ ഈ വിസ്മയ ഉൾപ്പെടെയുള്ള കഥാപാത്രങ്ങളെ രക്ഷപ്പെടുത്തുകയും മറ്റൊരു രംഗത്ത് വിസ്മയ്ക്ക് പ്രചോദനമായി അത് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. തീർച്ചയായും മോഹൻലാലിൻ്റെ സാന്നിധ്യം പ്രേക്ഷകരിൽ ഒരു പുതിയ സ്പന്ദനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അവരുടെ മനസ്സിൻ്റെ വികാരം, ആ എക്സ്പ്രഷൻ നമുക്ക് തിയേറ്ററിൽ ആ സമയത്ത് നമുക്ക് തിരിച്ചറിയാനാവും. അതിൽ കമേഴ്ഷ്യലായിട്ടും അതിൻ്റെ ഭാഗങ്ങളുണ്ട്, അതിന് പല മുഖങ്ങളുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ മകൾ ആദ്യമായിട്ടൊരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ ആ സിനിമയെ സമൂഹത്തിൽ പ്രേക്ഷകരുടെ ഇടയിൽ അതിൻ്റെ മാർക്കറ്റിൽ സംരക്ഷിച്ച് നിർത്തുക എന്നതും കൂടി ഒരു നടൻ എന്ന രീതിയിൽ മാത്രമല്ല, ഒരു അച്ഛൻ്റെ കൂടി ചുമതലയാണല്ലോ. അത് ഇതിൻ്റെ ദോഷമൊന്നും ആയിട്ടില്ല ഈ സിനിമയെ, പക്ഷെ അത് ആളുകൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കഴിയാവുന്നവർ ഈ സിനിമ കണ്ട് ഇതിൻ്റെ സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്നത് പുതിയ ചലച്ചിത്ര സങ്കല്പങ്ങളുള്ള ആളുകൾക്ക് മറ്റൊരു വഴി വെട്ടി തുറക്കാൻ സഹായകരമാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.